ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒമാനിലെ പരിപാടികൾ തുടങ്ങി. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ആദ്യ പൊതുപരിപാടി. ഇന്ന് മസ്കറ്റിലും നാളെ സലാലയിലുമാണ് മുഖ്യമന്ത്രി പ്രവാസികളെ അഭിസംബോധന ചെയ്യുക. രണ്ടാം ഘട്ട ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെയാണ് ഒമാനിലെത്തിയത്. ഒമാനിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ആദ്യത്തെ പൊതുപരിപാടി മസ്കറ്റിൽ പുരോഗമിക്കുകയാണ്. അമീറാത്ത് മുനിസിപ്പൽ പാർക്കിൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിംഗ് സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രവാസികളുടെ പുനരധിവാസത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം വലിയ തോതിൽ ഉറപ്പുവരുത്താനായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുകയാണ്. പ്രവാസികളുടെ പങ്കാളിത്തത്തോടെയുള്ള പുനരധിവാസ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. മനുഷ്യത്വമുള്ളവരായിരിക്കൂ, സമാധാനം പുലരട്ടെ എന്ന സന്ദേശവുമായാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ നടക്കുന്നത്. വിവിധ കലാപരിപാടികളും പ്രദർശനങ്ങളും മേളയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് പ്രവാസികൾ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെ സലാലയിൽ ISC കേരള വിംഗ് ഒരുക്കുന്ന പ്രവാസോത്സവത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. ഇത്തിഹാദ് മൈതാനിയിലാണ് പരിപാടി. മന്ത്രി സജി ചെറിയാൻ, വ്യവസായികളായ MA യൂസുഫ് അലി, ഗൾഫാർ മുഹമ്മദ് അലി തുടങ്ങിയവർ ഒമാനിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. 26 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കേരള മുഖ്യമന്ത്രി ഒമാനിലെത്തുന്നത്. 1999 EK നായനാരാണ് ഇതിനു മുമ്പ് ഒമാൻ സന്ദർശിച്ച കേരള മുഖ്യമന്ത്രി. ഈ മാസം 17 മുഖ്യമന്ത്രി ബഹ്റൈൻ സന്ദർശിച്ചിരുന്നു. ഈ മാസം അവസാനം ഖത്തറും, നവംബർ 7 കുവൈത്തും, 8 UAEയും മുഖ്യമന്ത്രി സന്ദർശിക്കും. സൗദി സന്ദർശനത്തിന് ഇതുവരെ കേന്ദ്രാനുമതി ലഭിച്ചിട്ടില്ല എന്നാണ് സൂചന. 24 ഒമാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.